താജ്മഹൽ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും പ്രശസ്തമായത് ഈ കൊട്ടാരമാണ്. ചരിത്രപ്രസിദ്ധമായ ഈ കൊട്ടാരമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മൈസൂർ പാലസ്. ഇവിടെ കയറണം എന്നുണ്ടെങ്കിൽ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. 10 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് 50 രൂപയും 18 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ കൊട്ടാരത്തിനകത്ത് ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ പറ്റില്ല. അതിനായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ 2 രൂപ കൊടുത്താൽ ഒരു ജോഡി ചെരുപ്പ് അവിടെ സൂക്ഷിക്കും. തിരിച്ചു വരുമ്പോൾ നമുക്കത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാം. അപ്പോൾ മൈസൂർ കൊട്ടാരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും മൈസൂർ കൊട്ടാരം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു പേരുണ്ട്, അംബാവിലാസ് പാലസ് അല്ലെ അംബാവിലാസ് കൊട്ടാരം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ പലർക്കും അതറിയത്തില്ല. എല്ലാവരും മൈസൂർ പാലസ് അല്ലെ മൈസൂർ കൊട്ടാരം എന്ന് മാത്രമേ പറയാറുള്ളൂ. ഇതിന് രാവിലെ 10 മണിക്കാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈകിട്ട് 5:30 ഇത് ക്ലോസ് ചെയ്യും. ഇതിനിടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഈ ഒരു മൈസൂർ ഉണ്ടെങ്കിൽ നമുക്കിത് കാണാൻ പറ്റും. മൈസൂറിൻ്റെ ശരിക്കും പറഞ്ഞാൽ മധ്യഭാഗത്താണ് നമ്മുടെ ഈ മൈസൂർ കൊട്ടാരം നിൽക്കുന്നത്. അതുപോലെ തന്നെ ദസറ എന്ന് പറയുന്ന മൈസൂരിലെ ആളുകളുടെ ഏറ്റവും വലിയൊരു ഉത്സവമാണ്. ആ ദസറ ടൈമിൽ, ആ ആഘോഷ ടൈമിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വേദി ഈ മൈസൂർ പാലസാണ്. പിന്നെ ഇതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ നമ്മുടെ മൈസൂർ പാലസ് ഭരിച്ചിരുന്ന വാഡിയാർ രാജവംശമായിരുന്നു. അപ്പം ഈ നിലനിൽക്കുന്ന ഇപ്പം നമ്മൾ കാണുന്ന മൈസൂർ കൊട്ടാരത്തിന് മുമ്പ് കൊട്ടാരങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് തകർക്കപ്പെടുകയും കത്തി നശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന കൊട്ടാരം 1897 പണി തുടങ്ങുന്നത്. 1912 ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആർക്കിടെക്ട് എന്ന് പറയുന്നത് ഹെൻറി ഇർവിൻ എന്ന് പറയുന്ന വ്യക്തിയാണ്, ബ്രിട്ടീഷുകാരനാണ് അദ്ദേഹം. അപ്പോൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ആർക്കിടെക്ചർ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡോ സാർസനിക് എന്ന് പറയുന്ന ആർക്കിടെക്ചർ സ്റ്റൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻഡോ സാർസനിക് ആർക്കിടെക്ചർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജപുത്ര, ഗോതിക്, ഇസ്ലാമിക് ഇവയിൽ നിന്നും മൂന്നിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു സ്റ്റൈൽ, അല്ലെ ഇതിൻ്റെ മൂന്നിൻ്റെ കൂടെ കൂടിച്ചേരലാണ് ഇൻഡോ സാർസനിക് ആർക്കിടെക്ചർ സ്റ്റൈൽ എന്ന് പറയുന്നത്. ആ രീതിയിലാണ് ഈ പാലസ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാലസിന് 4 എൻട്രൻസ് ഉണ്ട്. അതിലെ മെയിൻ എൻട്രൻസ്, ഇപ്പം നമ്മൾ മൈസൂർ പോവുകയാണെങ്കിൽ രാത്രിയാണേലും നമ്മൾ നൈറ്റ് വിഷ്വൽ അല്ല പകലാണേലും മെയിൻ എൻട്രൻസിൽ നിന്നിട്ടാണ് ഫോട്ടോ എടുക്കാറൊക്കെ ഉള്ളത്. ആ ഒരു സ്ഥലത്തിനെ ജയ മാർത്താണ്ഡ എന്നാണ് അറിയപ്പെടുന്നത്, മെയിൻ എൻട്രൻസ്. പിന്നീടുള്ളത് വടക്ക് ജയരാമ, അതുപോലെ തെക്ക് സൈഡിലുള്ള എൻട്രൻസിനെ ബലരാമ, അതുപോലെ തന്നെ പടിഞ്ഞാറ് സൈഡിലുള്ള എൻട്രൻസിനെ വരാഹ എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈസൂർ പാലസിനെ പറ്റി നമുക്കറിയാവുന്ന ചരിത്രം. അപ്പം ഇത് എല്ലാവരും മൈസൂർ പാലസ് പോകുമ്പോൾ കാണുമ്പോൾ ഓർത്തിരിക്കുക. അപ്പോൾ ഒരു ചരിത്രം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ മൈസൂർ പാലസ് ഇപ്പോഴും കണ്ടാൽ നമുക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും. എനിക്കെപ്പോഴും ഓരോ തവണ കാണുമ്പോഴും ഇത് 6 തവണയോളം ഞാൻ കണ്ടു. ഈ 6 തവണയും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അന്നത്തെ കാലത്തെ രീതി വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊരു അത്ഭുതം തന്നെയാണ്. പിന്നെ സൺഡേയ്സിലും ഞായറാഴ്ച വരികയാണെങ്കിൽ ഞായറാഴ്ച വൈകിട്ട് 7 മണിയാകുമ്പോൾ ലൈറ്റ് ഷോ ഉണ്ട്. അത് ഭയങ്കര മനോഹരമാണ് മൈസൂർ പാലസിൻ്റെ നൈറ്റ് ഷോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പബ്ലിക് ഹോളിഡേയ്സിലും സൺഡേകളിലും മാത്രമാണ് അവിടെ ആ നൈറ്റ്